لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളവും തിരിവുമില്ലാത്ത മനുഷ്യ പ്രകൃതിക്കും കഴിവുകൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിൻ്റെ താൽപ്പര്യങ്ങളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി സൃഷ്ടാവിൻ്റെ പടച്ചവന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവന്റെ ദൂതന്റെ റസൂലയുടെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം ഏത് സ്വഭാവത്തിൽ നമ്മെ പിടികൂടിയാലും പടച്ചവന്റെ യഥാർത്ഥ അടിമകളായി ദാസന്മാരായി ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ശരിയായ മുവഹ്ഹിദീങ്ങളായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിക്കൊള്ളുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നാം പ്രധാനമായും വിശദീകരിച്ചത് നമസ്കാരം നമ്മുടെ മേൽ പടച്ചവൻ മതപരമാക്കിയതിലുള്ള പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഇനിയും അല്ലാഹുവിന് നമസ്കാരം നമ്മളിൽ മതപരമാക്കിയതിൽ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അവയിൽപ്പെട്ട ഒരു പ്രധാന ഉദ്ദേശമാണ് മനുഷ്യരായ നമ്മെ തിന്മകളിൽ നിന്നും
തെറ്റുകളിൽ നിന്നൊക്കെ പരമാവധി സംരക്ഷിക്കുക എന്നത്. കാരണം നമസ്കാരത്തിലെ പ്രതിജ്ഞകള്, നമസ്കാരത്തിലെ പ്രഖ്യാപനങ്ങളും നമസ്കാരത്തിലെ പ്രാർത്ഥനകളൊക്കെ തന്നെ മനഃപൂർവ്വം അവസരങ്ങളൊക്കെ സ്വയം നിർമ്മിച്ച് തെറ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അങ്കബൂത്തിൽ അല്ലാഹ് പറഞ്ഞു, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി, പ്രവാചകരെ വേദഗ്രന്ഥത്തിൽ നിന്ന്, കിതാബിൽ നിന്ന് ഞാൻ നിനക്ക് വഹി നൽകുന്നത്, ദിവ്യ സന്ദേശം നിനക്ക് നൽകപ്പെടുന്നത് നീ ശരിക്കും പാരായണം ചെയ്യുക എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറഞ്ഞ് വഅഖിമി സ്വലാത്ത, നീ നമസ്കാരം ശരിക്ക് നിലനിർത്തുകയും ചെയ്യുക. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം ആണിനെയും പെണ്ണിനെയും മ്ലേച്ഛമായ സംഗതികളിൽ നിന്നും അതുപോലെ പടച്ചവൻ വിരോധിച്ച മുൻകറായ നിഷിദ്ധമായ സംഗതികളിൽ നിന്നും പരമാവധി അവരെ അകറ്റുന്നതാണ്, തടുക്കുന്നതാണ് എന്ന്. അപ്പോൾ നമസ്കാരം നാം ശരിക്ക് പരിശോധിച്ച് നോക്കിയാൽ അതിന് സാധിക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിച്ച് എന്റെ മുമ്പിൽ റുക്കൂഉം സുജൂദൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഞാൻ പറയുന്ന മറ്റുള്ള കൽപ്പനകളൊക്കെ നിങ്ങളെ ശിരസ വഹിക്കാൻ വേണ്ടി രംഗത്ത് വരും. അത്രത്തോളം എന്നെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ യമനിലേക്ക് അദ്ദേഹത്തെ പ്രബോധകനായി ഒരു ദായിയായി നിയോഗിച്ചയച്ച് ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ വേദക്കാരിലേക്കാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യമായി അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ഷഹാദത്തിന്റെ തൗഹീദിന്റെയും ആ മറ്റുള്ള ഷഹാദത്തിന്റെയും വചനത്തിലേക്ക് നീ അവരെ ക്ഷണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് അംഗീകരിച്ച് മുസ്ലിമായി കഴിഞ്ഞാൽ ആദ്യമായി നീ അവരോട് 5 നേരം നമസ്കരിക്കാൻ കൽപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമസ്കരിച്ചു തുടങ്ങിയാൽ അവരോട് ഇനി അവരുടെ ധനത്തില് സക്കാത്ത് നിർബന്ധമായൊരു വിഹിതം കഷ്ടപ്പെടുന്നവർക്കുണ്ട് എന്ന സക്കാത്ത് നീ അവരോട് നിർദ്ദേശിക്കാന്ന് പറഞ്ഞു. വലിയൊരു തത്വമാണ് സ്നേഹിതന്മാര് പ്രവാചകൻ ഈ മുൻഗണനാ ക്രമം കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ആത്മാർത്ഥമായി പടച്ചവന്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം ചെയ്യാണ്, അതുപോലെ തന്നെ നമ്മൾ കുനിയാണ് ഇങ്ങ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത്രത്തോളം അള്ളാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പടച്ചവന്റെ മറ്റുള്ള നിയമങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ ഇന്ന് സ്നേഹിതന്മാര് നമസ്കരിക്കണ മനുഷ്യന്മാർക്ക് സക്കാത്ത് കൊടുക്കാനും ദാനധർമ്മം ചെയ്യാനൊക്കെ അവർക്ക് പ്രയാസമാണെങ്കിൽ അവര് ശരിക്ക് നമസ്കാരത്തിന്റെ ഗൗരവം, സുജൂദിന്റെയും റുക്കുവിന്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കി അവരത് ചെയ്യുന്നതല്ല. നേരെ മറിച്ച് ശരിക്കും അതിന്റെ തത്വം മനസ്സിലാക്കി അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചതുപോലെ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത മനുഷ്യന് പടച്ചവന്റെ മുമ്പിൽ തലകുനിക്കാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഗൗരവം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പടച്ചവന്റെ മറ്റുള്ള നിർദ്ദേശങ്ങൾ വ്യഭിചരിക്കരുത്, മദ്യപിക്കരുത്, കൈകൂലി വാങ്ങരുത്, പലിശ തിന്നരുത്, അയൽവാസിയെ ഉപദ്രവിക്കരുത്, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടൊക്കെ നല്ല നിലക്ക് വർത്തിക്കണം, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ മറ്റു നിയമങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഒരു തെളിവുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടില് അവിടുത്തെ മന്ത്രിമാരെയും MLA-മാരൊക്കെ ജനങ്ങള് ഒരു ആരാധന മനോഭാവത്തോടാണ് കാണാറുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മളൊരു ആരാധന മനോഭാവം കൊണ്ട് കാണാറില്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ ആരാധന മനോഭാവം ആ നിലക്ക് ബഹുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മന്ത്രി എത്ര സംഭാവന ചോദിച്ചാലും അവരെ ഭൂമിയൊക്കെ വിട്ടുകൊടുക്കാനൊക്കെ പറഞ്ഞാൽ അതിനൊന്നും വലിയ പ്രയാസം ഉണ്ടാവാറില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രി രോഗമായി ആസ്പത്രിയിൽ വരെ കിടന്നപ്പോ എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? അപ്പൊ ആത്മാർത്ഥമായി നമ്മളെ നേതാവിനെ അവന്റെ മുമ്പിൽ സ്വമനസ്സാല് തല കുനിക്കാനൊക്കെ ആ നിലയ്ക്ക് നമ്മൾ അവനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ നേതാവ് പറയാണ്, നിങ്ങൾ 100 രൂപ സമ്പാദിച്ചാൽ അതിൽ 90% രാഷ്ട്രത്തിന് വിട്ടുതരണം, എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ആ 90% കൊടുക്കണീന് ഒരിക്കലും മനപ്രയാസം ഉണ്ടാവുകയില്ല. അപ്പൊ പടച്ചവന് ഈ സംഗതി അറിയുന്നത് കൊണ്ടാണ് നമസ്കരിച്ച് തുടങ്ങിയാൽ ശരിക്ക് നമസ്കരിച്ചാല് നമസ്കാരം ആണിനെയും പെണ്ണിനെയും കരുക്കൾ നീക്കി അവസരങ്ങൾ സൃഷ്ടിച്ച് തിന്മ ചെയ്യുന്നതിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് പറയാനുള്ള കാരണം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിശദീകരിച്ച മാതിരി അല്ലാഹു അക്ബർ എന്ന് പറയാണ്. പടച്ചവനെ നീയാണ് എനിക്ക് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭൗതികമായ സുഖങ്ങള്, ക്ഷണികമായ സുഖങ്ങള്, ഒരു അഭീത ബന്ധം സ്ഥാപിച്ചാല് ഒരു ക്ഷണികമായ സുഖമാണ് ലഭിക്കുന്നത്. അത്രയല്ലേ മദ്യപിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഭൗതിക സുഖങ്ങള്, ആ ഭൗതികമായ സുഖങ്ങളെക്കാളൊക്കെ എനിക്ക് ഏറ്റവും വലിയത് നീയാണ്, നിന്റെ നിയമമാണ്, നിന്റെ താല്പര്യമാണ് എന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ള വേണ്ട വൃത്തികള്, ദേഹേച്ഛക്ക് കീഴ്പ്പെട്ട് ജീവിക്കല്. അപ്പൊ എന്റെ ദേഹേച്ഛയെക്കാളും എന്റെ വ്യക്തി താല്പര്യത്തെക്കാളൊക്കെ എനിക്ക് ഏറ്റവും വലിയത് പടച്ചോനെ നീയാണ് എന്നാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ ശരിയായ ആശയം അതാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ വേറെ? പിന്നെ നമ്മളുടെ പ്രതീക്ഷയെ ഞാൻ വിശദീകരിച്ച് പടച്ചവൻ എന്റെ ജീവിതവും മരണ സലാത്തി വനുസുക്കി വ മഹിയായ വമ്മാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും മരണമൊക്കെ എല്ലാം അന്യൽ ഞാൻ ഏൽപ്പിച്ചേക്കണം, എന്റെ തൃപ്തിക്ക് എന്റെ ജീവിതവും മരണമൊക്കെ ഞാൻ നിയന്ത്രിക്കൊള്ളൂ. പിന്നെ അവസാന വാന അവ്വലുൽ മുസ്ലിമി, വാന മിനൽ മുസ്ലിമി എന്ന് പറയാം. വാന ഏറ്റവും നല്ലത് വാന അവ്വലുൽ മുസ്ലിമി എന്നതാണ്. വിശുദ്ധ ഖുർആനിലും അങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങളിൽ ആദ്യത്തവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏത് നിയമങ്ങൾ നടപ്പാക്കുന്നതിലും ഞാൻ മുന്നിട്ടുണ്ടാവും. പടച്ചോനെ, വ്യഭിചരിക്കാതിരിക്കാം, ചതിക്കാതിരിക്കാം, സാമ്പത്തിക അഴിമതി നടത്താതിരിക്കാം, അയൽവാസിനെ ഉപദ്രവിക്കാതിരിക്കാം, ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാതിരിക്കാം, ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കാതിരിക്കാം, കുട്ടികളെ നല്ല നിലയ്ക്ക് ഇസ്ലാമികമായ മര്യാദയിൽ വളർത്താം. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ് അതെല്ലാം എനിക്ക് ഏറ്റവും വലിയ നല്ലതാണ്. അതൊക്കെ നടപ്പാക്കുന്ന വിഷയത്തിൽ ഞാൻ എല്ലാവരെക്കാളും മുന്നിട്ടുണ്ടാവും. അഥവാന അവ്വലുൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങൾ ആദ്യത്തവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ താല്പര്യങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കുന്ന വിഷയത്തിൽ ഞാൻ പിന്നിക്ക് നിൽക്കുകയില്ല. ഞാൻ ആദ്യം തന്നെ മുന്നിട്ടുണ്ടാവുന്ന. അപ്പൊ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ സ്നേഹിതന്മാര് വാന അവ്വലുൽ മുസ്ലിമി, ഞാൻ മുസ്ലിങ്ങളിൽ ഏറ്റവും പ്രഥമനാണ്, ആദ്യത്തവനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസരം സൃഷ്ടിച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം അവസരങ്ങൾ ഉണ്ടാക്കി തെറ്റവൻ ചെയ്യുകയില്ല. അപ്പൊ നിസ്കാരം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിച്ചത് അതാണ്, തിന്മയിൽ നിന്നും തെറ്റുകളിൽ നിന്നൊക്കെ നമ്മളെ പരമാവധി അകറ്റി നിർത്തുക എന്നത്. അല്ലാതെ ചിലർ വികലമായി മനസ്സിലാക്കിയ മാതിരി തിന്മ ചെയ്യാതിരുന്നാൽ നിസ്കരിക്കണ്ട എന്നതല്ല. ഞാൻ കഴിഞ്ഞ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ വിശദീകരിച്ച മാതിരി ഏറ്റവും അധികം തിന്മനെ വർജിച്ചിരുന്നത് അള്ളാന്റെ പ്രവാചകന്മാരായിരുന്നു. പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നബിമാരായിരുന്നു നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നത് എന്നൊക്കെ ഞാൻ വളരെ വിശദമായി വിശദീകരിക്കുകയുണ്ടായി. അവ ചില കുബുദ്ധികള് നമസ്കാരം മതപരമാക്കിയത് തിന്മ ചെയ്യാതിരിക്കാനാണ്,
അപ്പൊ തിന്മ ചെയ്താതിരുന്നാൽ നമസ്കരിച്ചോണമെന്നില്ല എന്നൊക്കെ. അതൊക്കെ വിശുദ്ധ ഖുർആനെ സ്നേഹിതന്മാരെ പച്ചയില് ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ചെയ്യാലോ. പള്ള പറഞ്ഞു വിശുദ്ധ ഖുർആനില് ചൂതാട്ടവും വിഗ്രഹത്തിന് അതുപോലെ തന്നെ മദ്യപാനക്ക അല്ലാഹ് നിഷിദ്ധമാക്കാനുള്ള കാരണം യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഅ്ളാഹ ഫിൽ ഖംരി വൽ മൈസരി. പിശാചി നിങ്ങളിൽ ഈ ചൂതാട്ടത്തിലൂടെയും മദ്യപാനത്തിലൂടെയൊക്കെ പരസ്പരം വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരുത്തം പറയാണ് ഖുർആന് മദ്യപാനം വിരോധിക്കാനുള്ള കാരണം ഖുർആൻ തന്നെ പറഞ്ഞു പരസ്പരം ശത്രുതയും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷമൊക്കെ ഇല്ലാതിരിക്കാനാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കടപ്പാറിന്ന് കുടിക്കുകയാണ് കള്ള്. ഞാൻ ശത്രുതയൊന്നും എനിക്ക് മദ്യപിച്ചാൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ കടപ്പാറിന്ന് മദ്യപിക്കാണ് എന്ന് പറഞ്ഞ് മദ്യപിക്കാൻ പറ്റുമോ? കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് മദ്യപാനം വിരോധിക്കാനുള്ള പ്രധാന തത്വം എന്താ പറഞ്ഞതല്ല, അത് നിങ്ങളുടെ പരസ്പര ശത്രുത ഉണ്ടാക്കും എന്നാണ്. അപ്പൊ ശത്രുത ഉണ്ടാക്കാതിരിക്കാനും ഞാൻ രാത്രിയിൽ കിടപ്പറിയുന്നേ മദ്യപിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഓരോന്നിനും തത്വങ്ങൾ ഉണ്ടാവും, ഹിക്മത്ത് ഉണ്ടാവും. ആ ഹിക്മത്ത് ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന നിലക്കല്ല പറയുന്നത്. ഇപ്പൊ കബറ് കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ആരാധനയിലേക്ക് വഴി തെളിയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരുത്തം പറയാണ് ഞാൻ ആരാധനയൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞ കബറ് കെട്ടിപ്പടുക്കാൻ പറ്റുമോ? അതില്ല എന്നർത്ഥം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ ഒന്ന്, മനുഷ്യരാണ് നമ്മൾ, ഈ ദുനിയാവിലാണ് ജീവിക്കുന്നത്. ആ പരമാവധി നമ്മൾ തെറ്റിനെ തടുക്കാനുള്ള പരിശീലനവും അതിനുള്ള പദ്ധതികൾ പരിപാടിയൊക്കെ ആവശ്യമാണ്. ആ നിലക്കാണ് നമസ്കാരം നമ്മുടെ മേൽ മതപരമാക്കിയത്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, നിസ്കരിക്കണം ആണും പെണ്ണും. ഒരിക്കലും അവസരം സൃഷ്ടിച്ച് വ്യഭിചരിക്കൂല, അല്ലെ മനഃപൂർവ്വം കൈകൂലി വാങ്ങുക, അല്ലെ പലിശ വാങ്ങുക, സാമ്പത്തിക അഴിമതി നടത്തുക, അല്ലെങ്കിൽ മനഃപൂർവ്വം ഭാര്യയോടെന്താണ് മോശമായിട്ട് പെരുമാറുക, അയൽവാസിയെ ഉപദ്രവിക്കുക, തനിക്ക് അവകാശങ്ങളെ നിഷേധിക്കുക, അതൊന്നും ചെയ്യുകയില്ല. കാരണം നമസ്കാരം അതിൽ നിന്നൊക്കെ അവരെ അകറ്റി നിർത്താണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞ മാതിരി എന്റെ നാട്ടിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ചില അനുഭവങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗൾഫിലൊക്കെ പോയി കുറെ പൈസ സമ്പാദിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് അത് നേർക്ക് നേരെ വട്ടിക്ക് പലിശക്ക് കൊടുക്കുകയാണ്. കാരണം കച്ചവടത്തേക്ക് ബിസിനസ്സൊക്കെ ഇറങ്ങിയാൽ ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. അപ്പൊ നഷ്ടമില്ലാതിരിക്കാൻ വേണ്ടി ഈ ധനം നേർക്ക് നേരെ വ്യക്തികൾക്ക് പലിശക്ക് കൊടുക്കുക. എന്നിട്ട് അവര് 5 നേരം നിസ്കാരത്ത് ഫസ്റ്റ് സൊഫ് തന്നെ ഉണ്ടാവും ചെയ്യും. ജുമാക്കൊക്കെ വളരെ നേരത്തെ തന്നെ വരും. ഒട്ടക അർത്ഥ കൂലി കിട്ടാൻ വേണ്ടി, പശുവിനൊക്കെ അർത്ഥ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ജുമയ്ക്കൊക്കെ വളരെ നേരത്തെ തന്നെ വരും ചെയ്യാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം സ്നേഹിതന്മാരെ, ശരിക്ക് എന്തിനാണ് ഞാൻ അള്ളാന്റെ മുമ്പിൽ കുനിയുന്നത്? എന്തിനാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്? ഒരു രാജാവിന്റെയും ഒരു സൗര സൈന്യാധിപന്റെയും ഒക്കെ മുന്നിലും തല കുനിക്കാത്ത ഞാന് എന്തിനാണിത് ചെയ്യണത് എന്ന് നമ്മൾ ശരിക്ക് ബോധവാന്മാരായി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അള്ളാഹു അക്ബറിന്റെ ആ തത്വമെങ്കിലും, അല്ലെങ്കിൽ വായന മിനൽ മുസ്ലിമീൻ വായന അവ്വലുൽ മുസ്ലിം എന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിന്റെ ആശയം, അതൊന്നും നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാത്തതുണ്ടാകുകയാണ്. ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി സ്നേഹിതന്മാരെ, മറ്റൊരു പ്രധാന ഉദ്ദേശം, ചില ആളുകൾ ചോദിക്കാറുണ്ട് നമസ്കരിക്കുന്നവര് തെറ്റ് ചെയ്യോ എന്നുള്ളത്. നമസ്കരിക്കുന്നവരും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാത്തത് മലക്കുകളാണ്, തെറ്റ് ചെയ്യാത്ത അള്ളാഹുവിന്റെ നബിമാരാണ്. അപ്പൊ നമസ്കരിക്കുന്നവരിൽ നിന്നും തെറ്റ് വന്നു പോകും. മനഃപൂർവ്വം അവര് കരുക്കൾ നീക്കി ചെയ്യൂല എന്നുള്ളൂ. അതേസമയം ഞാനും നിങ്ങളൊക്കെ മനുഷ്യനാണ്. എത്ര പടച്ചോനെ പേടിയുണ്ടെങ്കിലും പതറി നമ്മൾ വീഴും. അതിനാണ് മായിസിന്റെയും ആമിദി ഗോത്രത്തിൽപ്പെട്ട സഹാബത്തിന്റെ ഒക്കെ ചരിത്രം വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞ സൂറത്ത് നൂർ ഇറങ്ങുന്ന മുമ്പ് പ്രവാചകന് ഈ തൗറാത്തിനെ അടിസ്ഥാനമാക്കി എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നവരെ എറിഞ്ഞു കൊന്നിരുന്നു. അങ്ങനെ മായിദ് എന്ന സഹാബി വന്നിട്ട് നബിയെ തഹീറിനി, ഞാനൊരു അന്യമായി ഞാൻ അഭിഹിത ബന്ധത്തിൽപ്പെട്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞു കൊന്ന് എന്റെ രക്തം ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബ്സാസ് പറഞ്ഞു, നീ പോടോ, മനുഷ്യരിൽ നിന്ന് തന്നെയാണ് തെറ്റ് വരിക, എനിക്ക് അള്ളാഹുമായി അടുക്കാനുള്ള അവകാശം മുറിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഇത് മടങ്ങിപ്പോയിട്ട് പടച്ചവനോട് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയാ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ സഹാബിക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല. സ്നേഹിതന്മാര്, അടുത്ത ദിവസവും വരെയാണ് എറിഞ്ഞു കൊല്ലണം ആവശ്യപ്പെട്ട് നബി മടങ്ങിപ്പോകാൻ പറഞ്ഞു. ഇങ്ങനെ 4 പ്രാവശ്യം വന്ന് അവസാന നബ്സാസ്ലം ഇവനെ 4 പ്രാവശ്യമായല്ലോ, എങ്കിലും ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ച് നബി ചോദിച്ച്, ആ തൈരിഫു സിന എന്ന് ചോദിച്ചു.
എനിക്ക് വ്യഭിചാരം തെറ്റാന്ന് അറിയോന്ന് ചോദിച്ചു. വ്യഭിചാരം ഇസ്ലാമിൽ തെറ്റാന്ന് അറിയാത്ത സഹാബിയല്ല അദ്ദേഹം എന്ന് നബിക്കറിയാം. പക്ഷെ നബിയെ എനിക്കത് അറിയില്ലാത്തത് കൊണ്ട് ചെയ്തതാണ്, അറിവില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ചില തന്ത്രങ്ങൾ ഹീലത്ത് അങ്ങോട്ട് തോന്നിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് അത് അറിയെന്ന് പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു അബിക്ക ജുനൂനും എനിക്ക് മാനസികമായി ഭ്രാന്ത് ഉണ്ടാവാറുണ്ടോ ചോദിച്ചു. നബിക്കറിയാം ആ സഹാബിക്ക് ഭ്രാന്തില്ല എന്നുള്ളത്. നബിയെ എനിക്ക് ചിലപ്പം ഭ്രാന്ത് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ മറ്റൊരു വാതിൽ നബി തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ കുറെ ആളെ ചൂണ്ടിട്ട് പറഞ്ഞു നബി ഇവർക്കൊക്കെ എന്നെ പരിചയമുണ്ട്, എനിക്ക് മാനസികമായ ഒരു കുഴപ്പവുമില്ല, മാനസികമായ ഒരു അപകടം എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു ആ ഷെരീഫ്തൽ ഹംറ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നബിക്കറിയാം സഹാബി കള്ളു കുടിക്കൂല എന്നുള്ളത്. പക്ഷെ അപ്പൊ വായ അങ്ങോട്ട് നബിന്റെ സസ്ക്ക് വന്നിട്ട് വായ വാസനിച്ചു നോക്കാൻ പറയാണ്. അവസാന രക്ഷയില്ല എന്ന് കണ്ടപ്പം നബി ശിക്ഷാ നടപടി നടപ്പാക്കാൻ പറഞ്ഞു. നോക്കൂ നിങ്ങള്, ഈ സഹാബിക്ക് എന്നെക്കാളും നിങ്ങളെക്കാളൊക്കെ 10,000 ഇരട്ടി ഈമാനില്ലേ? കാരണം പച്ചിയിലൊരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലാണ്. നബി പല പ്രാവശ്യം ഒഴിവാക്കിയിട്ടും അദ്ദേഹം വരികയാണ്. അപ്പം എത്രയോ നമ്മളെക്കാൾ എത്രയോ ഈമാനുണ്ട്, പക്ഷെ മനുഷ്യനാണ്. സാഹചര്യം ചുറ്റുപാടൊക്കെ ഉണ്ടാകുമ്പം ചിലപ്പം പതറി വീണെന്ന് വരും. എത്ര തെറ്റ് ചെയ്യണ്ടെന്ന് ഉദ്ദേശം നമുക്കുണ്ടായാലും. അതുപോലെ തന്നെ ആ സഹാബി എറിഞ്ഞു കൊന്നപ്പോ നബി ആ സഹാബിയോട് നീയുമായി ബന്ധപ്പെട്ട പെണ്ണ് ഏതാന്ന് ചോദിച്ചില്ല. കാരണം ഇതൊക്കെ പരമാവധി നബി ഒഴിവാക്കലാണ്. ശിക്ഷാ നടപടികൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് നബി പറയുകയും ചെയ്തു. പക്ഷേ ഒരു പെണ്ണിന് കിടന്നിട്ട് ഉറക്ക് വരുന്നില്ല. താനുമായി ബന്ധം സ്ഥാപിച്ച മായിദ് രക്തം ശുദ്ധിയാക്കി സ്വർഗലോകം കരസ്ഥമാക്കി എന്ന് പറയാണ്. അങ്ങനെ നബിന്റെ അടുത്ത് വന്നിട്ട് ആ സ്ത്രീയും പറഞ്ഞു നബിയെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. നബി പോകാൻ പറഞ്ഞ് പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞ് പ്രസവിച്ചിട്ട് വരികയാണ്. കുഞ്ഞിനെയായിട്ട് മുലകുടി വറ്റിയിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ്. നബിയും സഹാബത്തെ സ്ത്രീനെ ആകെ മറന്നിട്ടുണ്ട്. അവസാനം രക്ഷയില്ലാന്ന് കണ്ടപ്പം ആ തൗറാത്തിനെ അടിസ്ഥാനമാക്കി ആ പെണ്ണ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമം നബി നടപ്പാക്കി. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ സഹോദരിമാർ സ്ത്രീനേക്കാളൊക്കെ 100 ഇരട്ടി ഈമാൻ ആ പെൺകുട്ടിക്കില്ലേ ഉണ്ട്. അതുകൊണ്ട് ആ പച്ചയിൽ അത് എറിഞ്ഞ് ജീവനോട് കൊല്ലുകയാണ്. നബിന്റെ ആവശ്യമല്ല, നീ പോയിക്കോ തൗബ ചെയ്ത് മടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് കിടന്നിട്ട് ഉറക്കം വരാതിരിക്കുകയാണ്. അതിനൊക്കെ കാരണം അത്രത്തോളം വിശ്വാസമാണ്. എങ്കിലും മനുഷ്യനാണ്, പതറി വീണെന്ന് വരും. അങ്ങനെ വീഴുകയാണെങ്കിൽ അതിനുള്ളൊരു പരിഹാര മാർഗം കൂടിയാണ് നമസ്കരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും വികലമായി മനസ്സിലാക്കരുത് കേട്ടോ. മനഃപൂർവ്വം തോന്നിയാസം ചെയ്താൽ പോയി നിസ്കരിക്കാം, എന്നാ കഫാറത്താവും പ്രായശ്ചിത്താവുന്നല്ല. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു മാസം 1-2 മാസം മുമ്പ് നല്ല കുളിച്ച് വൃത്തിയായി വസ്ത്രമൊക്കെ ധരിച്ചിങ്ങോട്ട് തലശ്ശേരിക്ക് വരികയാണ്. റോട്ടിൽ എത്തുന്ന സമയത്ത് ഒരു ചളിക്കുണ്ടിൽ ഒരു വാഹനം വരലും ചളിക്കുണ്ടിൽ ചാടലും എന്റെ ശരീരത്തൊക്കെ ചളി തെറിച്ച് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന്. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവുമല്ലോ. നമ്മൾ നല്ല വൃത്തിയായ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ വാഹനത്തിന് വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ആ ചളിക്കുണ്ടിന്റെ അടുത്തടത്തലും ഒരു വാഹനം കടകടാന്ന് പറഞ്ഞു വരലും ഒപ്പാവും. ഇവിടെ സ്നേഹിതന്മാർ എനിക്ക് ആഗ്രഹം ഉണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ വസ്ത്രത്തിൽ ചളി തെറിക്കണം. ചളി തെറിക്കാൻ വേണ്ടി നമ്മൾ ആ കുണ്ടിന്റെ അടുത്ത് ഇങ്ങനെ വാഹനം പിന്നെ പ്രതീക്ഷിച്ചിരുന്നതാണോ? ഒരിക്കലുമല്ല. ആ ചളിക്കുണ്ടിന്റെ അടുത്തെത്തലും വാഹനം വല്ല ഒന്നിച്ചാവും, ചളി തെറിക്കും. ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ചിന്ത അല്ലെങ്കിലും ചിലപ്പോൾ ചളി തെറിച്ചെന്ന് വരും. ഇപ്പൊ തെറ്റ് നമ്മളിൽ സംഭവിച്ചെന്ന് വരും. ഇങ്ങനെ തെറ്റ് സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് സ്നേഹിതന്മാരെ മതങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് എന്ത് തെറ്റ് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ ഈസാ നബിന്റെ കുരിശ് മരണത്തിൽ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി, എങ്കിലെല്ലാം ഈസാ നബിയോട് ഏറ്റെടുക്കും. അല്ലെ പള്ളിയിൽ അച്ഛനോട് ചെന്നിട്ട് കുമ്പസരിക്കാം, അച്ഛോ ഞാനിതൊക്കെ ചെയ്തെന്ന് പറയാം, എന്നാ അച്ഛൻ അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി. ഇനി മുസ്ലിങ്ങളിൽ 95% ഷഫാഅത്ത് ശുപാർശയിലൊക്കെ വിശ്വാസമാണ്. തെരീക്കത്തിന്റെ ഇമാമിനെ ബയ്യത്ത് ചെയ്താൽ മതി, എന്നാ ഷെയ്ഖ് ഏറ്റെടുക്കും. നിസ്കരിച്ചില്ലേയും വേണ്ടിയില്ല, റബീഉൽ അവ്വൽ വരുമ്പോ 1-2 മൂലിക്കുട്ടനേക്കാൾ അർത്ഥങ്ങാണ്ട് മൗലിദ് അങ്ങോട്ട് കേമമാക്കിയാൽ മതി. അല്ലെ പള്ളിയിലെ മുസ്ലിയാർക്ക് ചോറ് കൊടുത്താൽ മതി, നമ്മള് നിസ്കരിച്ചിട്ടില്ലെങ്കിലും. എന്നാല് അവരൊക്കെ അങ്ങോട്ട് നമ്മളെ ശുപാർശയൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുത്തുമെന്നാണ് ചിന്ത. എന്നാ ഇസ്ലാം അതല്ല സ്നേഹിതന്മാരെ പറയുന്നത്. നമ്മൾ തെറ്റ് ചെയ്താലും ആരോടും നമ്മളത് പറയേണ്ട ആവശ്യമല്ല. പടച്ചോന് നേർക്ക് നേരെ തൗബ ചെയ്ത് മടങ്ങാം. പിന്നെ അതിന്റെ മുന്നോടി എന്ന നിലക്ക്, അതിന്റെ പിൻബലം എന്ന നിലക്ക് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടെന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി
നല്ല നിസ്കാരം പോലുള്ള സംഗതികൾ, ദാനധർമ്മം പോലുള്ള സംഗതികൾ ചെയ്യാം. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ പറഞ്ഞു, അഖിമി സ്വലാത്ത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദീബിന സയ്യാത്ത് പറഞ്ഞു. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിന്റെ യാമങ്ങളിലൊക്കെ ആയിട്ട് നിസ്കാരം നിലനിർത്താം. നിസ്കാരം നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു പരിഹാരമാവെന്ന് പറഞ്ഞു. കാരണം ഈ ആയത്തിറങ്ങുന്ന പശ്ചാത്തലം അങ്ങനെയാണ്. ഒരു സഹാബി അവസരം സൃഷ്ടിച്ചതല്ല, സ്വാഭാവികമായി അവസരം ഉണ്ടായപ്പോൾ ഒരു സ്ത്രീനെ സ്പർശിച്ച് പിന്നെ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടായില്ല. നബിനോട് ചെന്ന് എന്താ കപ്പാറത്ത് പാഴ്ചിത്തെന്ന് പറഞ്ഞ അവസരത്തിലാണ് സൂറത്ത് ഹൂദിലെ ഈ ആയത്തിറങ്ങുന്നത്. അതുകൊണ്ട് നബിസ്ലാസം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കണം. വളരെ പ്രബലമായ ഹദീസ് കാണാം. അവിടെ നിന്ന് പറഞ്ഞു, ആ റായിത്തും എന്താണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അഭിപ്രായപ്പെടുന്ന എന്താണ്, അന്ന നെഹ്റം ഫി ബാബി അഹദിക്കും, ഒരു നല്ലൊരു പുഴ നിങ്ങളുടെ വാതിന്റെ മുന്നിൽ കൂടെ എങ്ങനെ ഒഴുകിപ്പോവുകയാണ്, വീട്ടിന്റെ മുന്നിൽ കൂടെ എങ്ങനെ ഒഴുകിപ്പോവുകയാണ്. യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ മർറാത്തിൻ, ആ വീട്ടുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്, 5 നേരം ആ പുഴയിലിറങ്ങി കുളിക്കുകയാണ്, ശരിക്കും വൃത്തിയായിട്ട് കുളിക്കുകയാണ്. എന്നിട്ട് നബി ചോദിച്ചാൽ യബ്ഖ മിൻ ദറനിഹി ശൈഉൻ, അങ്ങനെ 5 നേരം ആ പുഴയിലിറങ്ങി കുളിച്ചാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വലിയ അഴുക്കും ചേറും ചളിയും അവശേഷിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്ത് ഏക സ്വരത്തിൽ പറഞ്ഞ് ലാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഒരിക്കലും അവൾ ചളി അവശേഷിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു ഫദാലിക മസലു സലവാത്തിൽ ഖംസ യംഹു ബിഹി ഹിന്ന അൽ ഖതായ ബിഹില്ലാഹു അൽ ഖതായ, അതായത് 5 നേരത്തെ നിസ്കാരം ഇതുപോലെ ഉപമയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഉദ്ദേശിക്കാതെ ചളി തെറിക്കും. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കാതെ പല തെറ്റുകളൊക്കെ നമ്മൾ വന്നു വരും. അതിനുള്ള പ്രായച്ചിത്തമാണ് 5 നേരത്തെ നമസ്കാരം. അങ്ങനെ 5 നേരം ആ പുഴയിലിറങ്ങി കുളിച്ചാല് നമ്മൾ അറിയാതെ ചളി തെറിക്കുന്നുണ്ടല്ലോ, ആ ചളിയൊക്കെ ശരീരത്തുനിന്ന് വസ്ത്രത്തുനിന്ന് നീങ്ങൂലേ. അതുപോലെ തന്നെയാണ് 5 നേരം ശരിക്കും നിസ്കരിച്ചാല് ഇങ്ങനെ കരുക്കൾ നീക്കാതെ അവസരങ്ങൾ സൃഷ്ടിക്കാതെ നമ്മൾ വന്നു പോകുന്ന പിഴകൾക്ക് അതൊരു പ്രായച്ചിത്തമാകുമെന്ന് പറയാണ്. അപ്പൊ അതും നമസ്കാരത്തിന്റെ പ്രധാന ഉദ്ദേശമാണ്. പക്ഷെ ആളുകൾ അതും വികലമായി തെറ്റിദ്ധരിച്ച് മനഃപൂർവ്വം തോന്നിയാസം ചെയ്യുക, പോയി നിസ്കരിക്കുക, എന്നാല് കഫാറത്താവും. അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ നമ്മള് മനുഷ്യരാണ്, പശ്ചിം മാംസമുള്ള വികാരമുള്ള മനുഷ്യരാണ്. ഇങ്ങനെയൊക്കെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാല് പടച്ചോന്റെ മുമ്പിൽ നമ്മൾ ഖേദിച്ച് മടങ്ങിയിട്ട് പിന്നെ നമസ്കാരം പോലുള്ള ദാനധർമ്മങ്ങൾ പോലുള്ള ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യാം. അതൊക്കെ കഫാറത്താവെന്ന് പറഞ്ഞ് അങ്ങനെ ഇസ്ലാമിലെ ഓരോ ആരാധന കർമ്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അവ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാം. പഠിച്ചാൽ മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി ജീവിച്ചു മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ചുകൊള്ളുന്നു. 1-2 സംശയങ്ങളാണ്. അതായത് ഒരു സ്ത്രീക്ക് വിവാഹമോചനം തലാഖ് ആവശ്യമാണ്. പക്ഷെ ഭർത്താവ് സ്ഥലത്തുണ്ട്. പക്ഷെ ഭർത്താവ് തലാഖ് കൊടുക്കണില്ലെങ്കിൽ എന്താണ് മാർഗം, രക്ഷാമാർഗം എന്താണ് ഇസ്ലാമിലെ നിയമം? ഒന്നുമില്ല സ്നേഹിതന്മാരെ. അതായത് ഇസ്ലാമിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്തുള്ള പ്രശ്നങ്ങളാണ്. അതായത് ചില ആളുകൾ അങ്ങനെ തലാഖ് പിരിക്കണില്ലെങ്കിൽ ഓനെ കെട്ടിട്ടിങ്ങാണ്ട് തല്ലാനും, ആങ്ങളാരൊക്കെ എന്താണ് കത്തിയൊക്കെ ആയിട്ട് തലാഖ് കൊണ്ടടാന്ന് പറഞ്ഞ് ഓനെ ഭീഷണിപ്പെടുത്താനൊക്കെ ഓന്റെ പിന്നാലെ നടക്കാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതം, അതായത് നബിന്റെ കാലത്ത് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് തൃപ്തിയില്ലാത്ത പുയ്യാപ്പിളക്കാണ് എന്റെ പിതാവ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത്, എനിക്ക് അദ്ദേഹവുമായി യോജിച്ചു പോവാൻ സാധിക്കണില്ല, പക്ഷെ ഭർത്താവ് വിവാഹമോചനം തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബിസ്ലാസം ആ ഹയ്യറഹ റസൂലുള്ള നബി ആ സ്ത്രീക്ക് ആ വിവാഹമോചനം ദുർബലപ്പെടുത്താൻ അവകാശം കൊടുത്ത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാ, മഹലിലെ ഖാദി ആ പെണ്ണിന് വിവാഹമോചനം ദുർബലപ്പെടുത്താൻ ഫസ്ഖ് എന്ന് പറഞ്ഞ ഭർത്താവിന്റെ നാട്ടില് ഭർത്താവിനെ കാണാത്ത അവസരത്തിൽ മാത്രമല്ല കേട്ടോ, ഭർത്താവ് നാട്ടിലുണ്ട് പക്ഷെ തലാഖ് ചെയ്യണില്ല, ആ അവസരത്തിൽ ഫസ്ഖ് അല്ല, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവ് പോയി നഷ്ടപ്പെട്ട് ആ അവസരത്തിൽ മാത്രമല്ല.
അപ്പൊ നബ്സാസ് എന്ത് ചെയ്ത് ആ സ്ത്രീനോട് പറഞ്ഞു, പിതാവിന്റെ വിവാഹം ദുർബലപ്പെടുത്താൻ ഞാൻ അവകാശം തന്നിക്കണമെന്നാണ്. അപ്പൊ ഒന്നെങ്കിലും മഹല്ല ഖാദി സ്ത്രീക്ക് അവകാശം കൊടുക്കുക, എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യുക, ദുർബലപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ കേസ് വന്നപ്പം ഭർത്താവ് തലാക്ക് വിരിക്കണില്ല എന്ന് പറഞ്ഞപ്പം ഫറദ്ദ റസൂലുള്ളാഹി നിക്കാഹ, നബി എന്ത് ചെയ്ത്, ദുർബലപ്പെടുത്തി. അവൻ രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിലും ആ സ്ത്രീന്റെ അനുവാദത്തോടെ മഹല്ലിലെ ഖാദി ദുർബലപ്പെടുത്തുക, അല്ലെ മഹല്ലിലെ ഖാദി സ്ത്രീക്ക് ദുർബലപ്പെടുത്താൻ അവകാശം കൊടുക്കുക. പക്ഷെ മഹല്ലിലെ ഖാദിയും തലതിരിഞ്ഞതാകുകയാണ്. അയാൾക്ക് ചിലപ്പം ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലപ്പം ഭർത്താവുകൾ തലാക്ക് അവകാശം കൊടുത്താൽ ചിലപ്പോൾ ചെയ്യും, അല്ലെ പൈസ കൊടുത്തിട്ടുണ്ടാവും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഏത് മഹലിലെ സ്വന്തം മഹലിലത്തെ ചെയ്യണില്ലെങ്കിൽ ഏത് മഹലിലെ ഖാദിക്കും ആ പെണ്ണിനെ അങ്ങനെ അനുവാദം കൊടുത്തിട്ട് ഫസ്ക് എല്ലാം അനുവാദം കൊടുക്കാം, അല്ലെങ്കിൽ പെണ്ണിന്റെ അനുവാദത്തോടുകൂടി ഫസ്ക് ചെല്ലാം, എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ അങ്ങനെ ധാരാളം 8-10 ഞാൻ അങ്ങനെ ചെയ്തിക്കണ്, വേറെ വിവാഹം ചെയ്തും കൊടുത്തിക്കണ്. അപ്പൊ മഹലിലെ ഖാദിക്കാണ് മുൻഗണന. പക്ഷെ അയാള് വിലങ്ങ് നിൽക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പെണ്ണിന്റെ ജീവിതം കഷ്ടപ്പെടാനൊന്നും ഇസ്ലാം അത് ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ ഫസ്ക് ചെല്ലാം, ആ ഫസ്ക് നാട്ടിൽ തന്നെ ചെല്ലാം. ഇനി ഭർത്താവ് ചെലവ് കൊടുക്കണില്ല, ആ കാരണത്താലും ചെയ്യാതെ ഭർത്താവിനെ കാണില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ ചെയ്യാന്നർത്ഥം. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത്, അതായത് ഒരാള് ഒരു വസ്തു വിലക്ക് വാങ്ങിയിട്ടുണ്ട്, ആ വിലക്ക് വാങ്ങിയിട്ട് പൈസ മുഴുവൻ കൊടുത്തിട്ടില്ല. അങ്ങനെ പൈസ മുഴുവൻ കൊടുക്കണ മുമ്പ് ആ വസ്തു ഉപയോഗിക്കാനും അത് പുറത്തേക്ക് മാറി വിൽക്കാനും പറ്റുമോ എന്നുള്ളതാണ്. അതായത് കച്ചവടം പ്രാബല്യത്തിൽ വരുന്നത് നമ്മൾ പൈസ മുഴുവൻ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അത് എപ്പോഴാണ് ഉടമസ്ഥൻ പറഞ്ഞ അപ്പോ അവന് പൈസ കൊടുത്താൽ മതി. അതായത് ഈജാബ് കബൂൽ എന്നാ പറയാ, ഞാൻ വിറ്റ് എന്ന് പറയാ, വാങ്ങി എന്ന് പറയാം. അത് നാക്കൊണ്ട് തന്നെ നാവുകൊണ്ട് പറഞ്ഞോണമെന്നില്ല. ഇന്നത്തെ ആധുനിക ബില്ല് എഴുതല് അല്ലെ മറ്റുള്ള കരാറുകൾ എഴുതല് അതൊക്കെ അതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. പിന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന വസ്തുവാണെങ്കിൽ ഏറ്റെടുക്കും ചെയ്യാം. നേരെ മറിച്ച് ഏറ്റെടുക്കാൻ പറ്റാത്ത ഭൂമിയൊക്കെ ഉണ്ടല്ലോ, ഭൂമി ഇപ്പൊ കൈകൊണ്ട് ഏറ്റെടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതിനുള്ള ഉടമ കരാറ് വ്യവസ്ഥകൾ ഉണ്ടാവും, പിന്നെ അധികാര പത്രങ്ങളൊക്കെ ഉണ്ടാവും. അത് കൈമാറിയാൽ മതി. എങ്കിൽ കച്ചവടം പ്രാബല്യത്തിൽ വന്ന് എന്നിട്ട് പൈസ നമ്മൾ കൊടുക്കണ മുമ്പ് തന്നെ നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ വസ്തു നമുക്ക് പുറത്തേക്ക് വിൽക്കാനൊന്നും വിരോധമല്ല. ഇപ്പൊ ഇസ്ലാം പ്രായോഗികം അതാണല്ലോ. ഇപ്പൊ കടം വാങ്ങാൻ ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പൈസ കൊടുത്താലേ ആ വസ്തു നമ്മുടേതാവുള്ളൂ എന്ന് വന്നാൽ പിന്നെ എന്തിനാ കടം വാങ്ങണ്? ഇപ്പൊ ശമ്പളക്കാരും മിക്ക ആളുകളും കടയിൽ നിന്നൊക്കെ കടം വാങ്ങലാ, 1-ാം തീയതി കൊടുക്കലാണ്. ആ പൈസ കൊടുക്കണ മുമ്പ് തന്നെ ഭക്ഷണ വസ്തു ആണെങ്കിൽ തിന്ന് തീർക്കാം, വസ്ത്രമാണെങ്കിൽ ധരിക്കാം, ഭൂമിയാണെങ്കിൽ വീട് നിർമ്മിക്കാം, അല്ലെ കൃഷി ചെയ്യാം, അല്ലെ പുറത്തേക്ക് വിൽക്കാം. പൈസ ആ പറഞ്ഞ ആൾക്ക് ഉടനെ കൊടുത്താൽ മതി. ഇപ്പം ഭൂമി 5 ലക്ഷത്തിന് നിങ്ങൾ വിലക്ക് വാങ്ങി 2 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉടമസ്ഥൻ പറഞ്ഞ ആ അവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്, ആ അവധിയിൽ നിങ്ങൾ കൊടുത്താൽ മതി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ വലിയ കൂളാന് വന്നിക്കണമെങ്കിൽ ഇയാൾക്ക് ഈ വസ്തു എന്ത് ചെയ്യാം, 10 ലക്ഷത്തിന് പുറത്തേക്ക് വിൽക്കാം, വിറ്റിട്ട് ആ കാശിന്ന് ഉടമസ്ഥകളിൽ കൊടുക്കാം. അതൊന്നും ഇസ്ലാം മതം വിരോധിച്ചിട്ടില്ല. കാരണം പൈസ മുഴുവൻ കൊടുക്കുക എന്നുള്ളതെല്ലാം കച്ചവടം പ്രാബല്യത്തിലാവാനുള്ള മാനദണ്ഡം. നേരെ മറിച്ച് ഈജാബ് കബൂൽ എന്നാണ് ഫിഖ് പറയാം, വിറ്റ് വാങ്ങി എന്ന് പറയാം. അത് നമ്മൾ നാവുകൊണ്ട് തന്നെ പറയണമെന്നില്ല, ആധുനിക സംവിധാനങ്ങളൊക്കെ ആവാം. പിന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന കബൂൽ എന്ന് പറയും, ഏറ്റെടുക്കാൻ പറ്റുന്ന വസ്തുവാണ് ഏറ്റെടുക്കുകയും ചെയ്യുക. പിന്നെ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങൾ ഓതിക്കൽപ്പിച്ചത് സൂറത്ത് റൂമിലെ രാഹത്താണ്. അതായത് വിശുദ്ധ ഖുർആൻ പരലോകത്തെ സമർത്ഥിക്കുന്ന ശൈലി വിശദീകരിക്കുകയാണ്. അതായത് അള്ളാഹ് പറഞ്ഞു സൂറത്ത് ഹജ്ജിൽ ഹാമിദത്തൻ, ഇപ്പൊ വേനൽ സമയത്ത് ഭൂമി ഇങ്ങനെ മണ്ണ് പറക്കും, ചിലപ്പോ ആളുകൾ അതിലിങ്ങനെ പന്ത് കളിക്കും, പൊടി ഇങ്ങനെ പറക്കണത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇനി ഇതിലൊന്നും മുളക്കയുണ്ടാവില്ല. ഫൈദ അൻസൽന അലൈഹിൽ മാ, അങ്ങനെ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇഹ്തസ്സത്ത് അത് ചീർക്കാണ്, റബത്ത് എന്നിട്ട് പുളകം കൊള്ള ചീർക്കാണ്, അമ്പതത്ത് മീൻ കുല്ലി സൗജിയും ബാഹി, എന്നിട്ട് എന്തെല്ലാം പുല്ലുകളൊക്കെയാണ് ആ ഭൂമിയിൽ മുളച്ചുണ്ടാണത്. അപ്പം വേനൽക്കാലത്ത് കുട്ടികളൊക്കെ ആ പാടത്ത് ഇങ്ങനെ പണ്ട് കളിക്കണ കണ്ടാല് ഒരു പുല്ല് വരെ ഇവിടെ മുളക്കൂല എന്ന് വിചാരിക്കുക. പക്ഷെ മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാല് എന്തെല്ലാം ചെടികൾ പുല്ലുകൾ മുളച്ചുണ്ടാകാണ്, സൗന്ദര്യമുള്ള. കാരണം ജീവന്റെ അംശം എന്താണ് ആ മണ്ണിലുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല. അതേമാതിരി പടച്ചോൻ പറയാണ് യൗമ യുനാദി വസ്തമി യൗമ യുനാദിൽ മുനാദി മി മക്കാനി ഖരീബ് എന്ന് പറഞ്ഞു. പടച്ചവൻ ഭൂമിന്റെ ഏറ്റവും അടുത്ത് മലക്ക് ഇസ്രാഫിൽ എന്ന മലക്ക് മുഖേന ഏറ്റവും ഭൂമിന്റെ അടുത്ത സ്ഥലത്ത് നിർത്തി വിളിക്കാണ്. ആ വിളി എന്ന് പറഞ്ഞാൽ അയ്യത്തുവൽ ഇലാമുൽ ബാലിയ, നുരുമ്പിക്കിടക്കുന്ന അസ്ഥികളെ, അതുപോലെ തന്നെ വൽ ഔസാലുൽ മുൻകത്തിയ ചിന്നിച്ചിതറിയ മാംസപേശികളെ, ലയിച്ചു കിടക്കുന്ന മാംസങ്ങളെ നിങ്ങൾ പടച്ചവന്റെ ഒരു വിധിക്ക് വേണ്ടി നിങ്ങൾ പുറത്തു വരിക എന്ന് ഇസ്രാഫിൽ എന്ന മലക്ക് മുഖേന വിളിക്കുമ്പം നമുക്ക് തൃപ്പതില്ലെങ്കിൽ ആ വിളി കേട്ട് നമ്മൾ പുറത്തു വരുമെന്ന് സൂറത്ത് കാഫിൽ പറഞ്ഞു.
അപ്പൊ ഈ വിളിയെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല വിചാരണയിൽ നിന്ന് കഴിച്ചിലായി, സുപ്രീം കോടതി വരെ കഴിച്ചിലായിട്ടുണ്ടാവും. എങ്കിലും നുരുമ്പിയ അസ്ഥികളെ, അതുപോലെ തന്നെ ചിന്നിച്ചിതൽ ലയിച്ചു കിടക്കുന്ന മാംസങ്ങളെ, അത് മുടികളെ, അതൊക്കെ നിങ്ങൾ അള്ളാന്റെ പടച്ചവന്റെ വിചാരണയ്ക്ക് വേണ്ടി നിങ്ങൾ പുറത്തു വരൂ എന്ന് പറയുന്ന സമയത്ത് ആ വിളി കേൾക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. എല്ലാവരും പുറത്തു വരും. അപ്പൊ മയനെ അള്ള എന്തിനോട് ഉപമിച്ച് ഈ പുറത്തു വരാനുള്ള ഇസ്രാഫിന്റെ രണ്ടാമത്തെ വിളി പുറത്തു വരും എന്നുള്ള വിളി. അങ്ങനെ ചെടികളെ, ഭൂമിയിൽ നിന്ന് ചെടി ഉത്പാദിപ്പിക്കുന്നതിനെ അള്ള എന്തിനോട് ഉപമിച്ച്, അതായത് ഇങ്ങനെ മനുഷ്യൻ അള്ളാന്റെ വിളി കേൾക്കുമ്പം ആ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് മാശറിയിലേക്ക് വരുന്നതിനെ ചെടികൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതോട് ഉപമിച്ചൊക്കെയാണ്. ഈ രീതിയിലും ധാരാളം സൂക്തങ്ങളിൽ പടച്ചോൻ ഈ പരലോകത്തെ ശരിയായ നിലക്ക് സമർത്ഥിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തീരുമാനമില്ലെങ്കിലും നമ്മുടെ സമ്മതമല്ലെങ്കിലും ഈ വിളി കേൾക്കാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഫസ്തം അള്ള പറയാ, നീ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഒരുത്തന്റെ വിളിയെ പുറത്തു വരൂ എന്ന എന്റെ വിചാരണക്ക്, സൃഷ്ടാവായ എന്റെ വിചാരണക്ക് പുറത്തു വരൂ എന്ന് പറയുമ്പം ആ വിളി കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ വിളി കേൾക്കേണ്ടി എന്ന് പുറത്തു വരുന്ന മുമ്പ് തന്നെ ഖലീഫ ഉമർക്കെ പറഞ്ഞ മാതിരി ഹാസിബു കബിലാൻ തൊഹാസബു, നിങ്ങളൊക്കെ ഒരു വിചാരണക്ക് കാരണമാവും. ആ വിചാരണക്ക് വരുന്ന മുമ്പേ നിങ്ങൾ വിചാരണ ചെയ്യണം, സ്വന്തം വിചാരണ ചെയ്യണം എന്നാണ്. ഇപ്പൊ സ്നേഹിതന്മാരൊരു എയോ ഡിയോ ഒക്കെ സ്കൂളിൽ വരികയാണെങ്കിൽ എയോ വരട്ടെ എന്നാണ് അധ്യാപകന്മാർ കാത്തിരിക്കുമോ? തീരെ ടീച്ചിങ് നോട്ട് എഴുതാത്ത അധ്യാപകനാണെങ്കിലും എയോ വരുന്നുണ്ട് ഡിയോ വരുന്നുണ്ട് എന്ന് കേട്ടാൽ ഉടനെ എന്താണ് ടീച്ചിങ് നോട്ടൊക്കെ എഴുതി ഹെഡ് മാസ്റ്റർ കൂടെ കൊപ്പിടിച്ച് വെക്കുകയാണ്. എയോ അങ്ങോട്ട് വരട്ടെ എന്നിട്ടാവാന്ന് വെക്കുവോ? അല്ലെങ്കിൽ എന്റെ നാട്ടിൽ മലപ്പുറത്തൊക്കെ വരാൻ പോകുന്നുണ്ട്, ഒരു ബസ് ഇങ്ങനെ പോകുമ്പോൾ എതിരെ ബസ് വരുമ്പോൾ ആ ബസ്സിന്ന് കുറച്ചിങ്ങനെ ആംഗ്യം കാണിച്ചു കണ്ടിട്ട് എന്താ ചെക്ക് നടക്കുന്നുണ്ട് എന്നാ. അപ്പൊ ഉടനെ തന്നെ പെണ്ണുങ്ങളെ സീറ്റിൽ നിന്നൊക്കെ ആണുങ്ങളൊക്കെ എന്താക്കും, ടിക്കറ്റ് കൊടുത്താൽ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കും, കാക്കിടാത്ത കണ്ടക്ടർ കാക്കിടും. എന്താ സേവനം, 500 രൂപ കൈകൂലി കൊടുത്താൽ മതി. എന്നാലും ജാഗ്രത നോക്കി, ചെറിയൊരു വിചാരണയാണ്. ആ വിചാരണ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേനും ജാഗ്രത പുലർത്തുകയാണ്. അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസർ വരുന്നുണ്ട് എന്ന് കാണാൽ ആ വരട്ടെന്ന് കാത്തിക്കുന്നില്ലല്ലോ. മായം ചേർത്ത മണ്ണെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ, വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കട കടത്തുകയാണ്. കാരണം ഓഫീസർ വരട്ടെന്ന് വെക്കണില്ല. അപ്പൊ ചെറിയൊരു വിചാരണ നേരിടേണ്ടി വരുമ്പം തന്നെ നമ്മൾ വരട്ടെ ആവട്ടെ എന്നിട്ടാന്ന് വെക്കാറില്ലല്ലോ, നമ്മൾ ജാഗ്രത പുലർത്തുകയാണ്. അതുപോലെ പടച്ചോന്റെ സൂക്ഷ്മ വിചാരണ ചെയ്യണം മുമ്പ് നിങ്ങൾ സ്വയം ഒരു ആത്മവിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് ആ വിചാരണ ചെയ്ത് നമ്മളെ കുറിച്ച് ഒരു ഉറപ്പ് കിട്ടണം, ഞാൻ സ്വർഗത്തേക്ക് തന്നെയാണെന്ന്. അങ്ങനെ മരിക്കാനും പാടുള്ളൂ നബിസാസം പറഞ്ഞ് അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി ശുഭപ്രതീക്ഷ ഉള്ളവരായി മരണപ്പെടാനുള്ള യഥാർത്ഥ മഹത്തായ ഭാഗ്യ പടച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പടച്ചോൻ ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ധാരാളം ജോലികൾ ചെയ്തു തീർക്കാൻ കടപ്പെട്ടവരാണ്. അല്ല ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ശരീരം പ്രദാനം ചെയ്യണം. പടച്ചോൻ ഞങ്ങൾ ഇന്ന് രോഗമായി ആസ്പത്രികളും വീടുകളിലും സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ ശിവകാരൻ രോഗശാനം നൽകണമേ. പടച്ചോൻ ഞങ്ങൾ അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്ക് ആദർശ ബന്ധുക്കൾ സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ടും അവിടെ ഖബർ ജീവിതവും പലവും രക്ഷ നിറഞ്ഞാക്കണമേ. പടച്ചോന്റെ കൂട്ടം സ്വർഗത്തിലെ കൂട്ടം നരകത്തിൽ വിധിയേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഇതിൽ കൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ